നേരത്തെ അഭിമുഖമായി സംസാരിച്ചതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ഒരു സന്ദേശവുമായിട്ടാണ് ഈ ദേശത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ്. കാരണം സമൂഹത്തിൽ ഇപ്പോൾ എല്ലാവരും തന്നെ വളരെ ബോധപൂർവം ശക്തമായി തന്നെ ലഹരിക്കെതിരെ എന്താണോ തന്നെ രസിപ്പിക്കുന്നത് അതിന്റെ പിന്നാലെയാണ് ലോകത്തിലെ മനുഷ്യരെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ജീവിതമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അല്പകാലം മാത്രമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ഈ പ്രകൃതിയെ നോക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയും. കാരണം അത്ര മനോഹരമായി, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് ഓരോ സൃഷ്ടികളും ആ നിർമ്മിതാവിന്റെ ജ്ഞാനത്തെ, തൻ്റെ ശക്തിയെ ആ ദൃശ്യമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് ദൈവമില്ല എന്ന് ഒരു വ്യക്തിക്ക് പോലും പറയാൻ കഴിയാതെ വണ്ണം പ്രകൃതി അത് വ്യക്തമാക്കി തരികയാണ്. ശാസ്ത്രയോഗം അതിൻ്റെതായ നിലവാരത്തിൽ ഓരോ ദിവസവും ഉയരുന്തോറും ശാസ്ത്രം പോലും അതിശയിക്കുകയാണ്. മനുഷ്യന്റെ ശരീരം മുതൽ ഈ പ്രപഞ്ചത്തിലെ സത്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തുമ്പോൾ അവർ പലരും പറയുന്നൊരു കാര്യമുണ്ട്: ഒരു ദൈവമുണ്ട് നിശ്ചയം. ഞാനിപ്പോൾ ദൈവത്തിന്റെ ആ ആസ്തിക്യത്തെ തെളിയിച്ചുകൊണ്ട് പ്രസംഗിപ്പാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ആ ദൈവത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മരണം കൊണ്ട് തീരുന്നതല്ല. എൻ്റെ കോളേജ് പ്രായത്തിൽ എറണാകുളത്തായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രീ ഡിഗ്രി സമയത്തൊക്കെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ ലക്ഷ്യം. ആ യൗവനമോഹങ്ങൾക്കനുസരിച്ച് ഞാനും ജീവിച്ചിരുന്നു. അന്ന് എനിക്കൊരു ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ലോകത്തുള്ള പല മതങ്ങളും നോക്കുമ്പോൾ ചൂഷണം നടത്തുന്നതായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് മതങ്ങളിൽ എനിക്ക് വിശ്വാസമില്ലാതായി. അന്ന് ഞാൻ എറണാകുളത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്ന അവിടെ കടന്നു ചെന്ന് മദ്യപിക്കുകയും കോളേജിൽ പലപ്പോഴും കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുകയും മറ്റെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിൽ ഇതെല്ലാം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള സമാധാനമോ സന്തോഷമോ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നില്ല. എന്തോ ഒന്നിനുമായിട്ടുള്ള എൻ്റെ ഉള്ളിൽ ഒരു ദാഹം, എന്തോ ഒന്നിനു വേണ്ടിയുള്ള ഒരു അന്വേഷണം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പലരുടെ ഉള്ളിൽ ഇപ്പോഴും അതുണ്ട് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ പലതും ലഭിച്ചിട്ടും നിങ്ങൾക്ക് എന്തോ ഒരു പൂർണ്ണത കിട്ടാത്ത, ജീവിതത്തിൽ ഒരു സംതൃപ്തി കിട്ടാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതെന്താണെന്ന് എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു, ഇന്ന് എനിക്കതറിയാം. എന്ന് പറയുന്നത്, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു സാധാരണ സൃഷ്ടിയായിട്ടല്ല. ലോകത്തിലെ എല്ലാ സൃഷ്ടികളെക്കാൾ ഉപരിയായ ഒരു സൃഷ്ടിയായിരുന്നു മനുഷ്യൻ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യന് ദൈവം തൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിൽ നിന്ന് തന്നെ സ്നേഹിക്കണം. അതുകൊണ്ട് മനുഷ്യനെ അവൻ സ്വതന്ത്രനായിട്ട് സൃഷ്ടിച്ചു. ഇന്ന് AI-യുടെ കാലമാണ്. റോബോട്ടുകൾ പലതും ചെയ്യുന്നത് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ സ്ഥാനത്ത് AI കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ്. എന്നാൽ ഈ AI-യിൽ നമുക്കറിയാൻ കഴിയുന്നത് മനുഷ്യൻ എന്ത് സെറ്റ് ചെയ്യുന്നോ അതനുസരിച്ച് മാത്രമേ ആ റോബോട്ടുകൾ വർക്ക് ചെയ്യുന്നുള്ളൂ. എന്നാൽ മനുഷ്യനെ അങ്ങനെയല്ല ദൈവം സൃഷ്ടിച്ചത്. ദൈവം അവന് ഫ്രീ വില്ല് കൊടുത്തു, സ്വാതന്ത്ര്യം കൊടുത്തു. അവൻ എന്ത് തിരഞ്ഞെടുക്കാനുള്ളതായ സ്വാതന്ത്ര്യം. വേണമെങ്കിൽ ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നവനാക്കി തീർത്ത് സെറ്റ് ചെയ്ത് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. അവന് ജീവനോ മരണമോ തെറ്റോ ശരിയോ തിരഞ്ഞെടുക്കാനുള്ള മനസ്സാക്ഷി അവന് കൊടുത്തു. എന്നാൽ മനുഷ്യൻ മനസ്സാക്ഷിക്ക് വിരോധമായി, ദൈവത്തിന് വിരോധമായി
ഈ ഭൂമിയിൽ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത് അതിന് വിരോധമായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അസമാധാനം കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ സൃഷ്ടിച്ച ദൈവവുമായിട്ട് നമുക്ക് ബന്ധമില്ലാതെ പോകുന്നത് കൊണ്ടാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മുടേതായ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളൊരു കാര്യം മറന്നു പോകുകയാണ്. എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ദൈവത്തെ സ്നേഹിച്ച് ആ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി മനസാക്ഷിയിലൂടെ താൻ തരുന്ന ഓരോന്നിനും അനുസരിച്ചൊരു ജീവിതം നയിക്കുക എന്നുള്ളതായിരുന്നു. മനുഷ്യന് സമാധാനമില്ലാതെ വന്നപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു? മദ്യമുണ്ടാക്കാൻ തുടങ്ങി. മറ്റു പല കാര്യങ്ങൾ അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. എന്നാൽ അത് കൂടുതൽ കൂടുതൽ മനുഷ്യനെ വഷളാക്കിക്കൊണ്ടിരുന്നു. ഇന്ന് നാം കേട്ടതുപോലെ യൗവനക്കാർ എത്രയോ പേര് നശിച്ചു പോകുകയാണ് ഈ മദ്യത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും. സിനിമാ ലോകവും കഴിഞ്ഞ ദിവസം കേട്ടു, സിനിമാ ലോകത്തുള്ള അനേകർ ഇതിനടിമകളാണ്. അങ്ങനെ എല്ലാ മേഖലയിലും സമാധാനമില്ലാതായിരിക്കുമ്പോൾ മനുഷ്യൻ തേടുന്ന ഒന്നാണ് ലഹരി എന്ന് പറയുന്നത്. ഞാനും അങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഏകദേശം 10-25 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു, മരണാനന്തര ഒരു ജീവിതമുണ്ടോ? മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്? എന്തെങ്കിലും ഉദ്ദേശം എന്നെ കുറിച്ചുണ്ടോ? അങ്ങനെയാണ് ഞാൻ ദൈവിക ചിന്തയിലേക്ക് കടന്നു വരുന്നത്. നിരീശ്വരവാദിയായിരുന്ന എന്നോട് മറ്റൊരു വ്യക്തി കടന്നു വന്നിട്ട് പറഞ്ഞു, ദൈവമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം അനേക കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ തർക്കിക്കുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ അദ്ദേഹം ബൈബിളിൽ നിന്ന് പ്രസ്താവിക്കാൻ തുടങ്ങി. അതിലെ ഒരു വേദവാക്യമാണ് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനായിട്ടല്ല, നിന്റെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതി. അന്ന് നീ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നീ എന്നെ കണ്ടെത്തും. അത് എൻ്റെ ജീവിതത്തിൽ ഈ ഭൂമി സൃഷ്ടിച്ച ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷമായി ബൈബിൾ പറയുന്ന വേദവാക്യം എന്നോട് പിന്നെയും ഇടപെട്ടു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവത്തിന്റെ സ്നേഹം ആ ദൈവവചനത്തിലൂടെ എനിക്ക് മനസ്സിലായി. ഈ ലോകത്തിൽ നമുക്കറിയാം, സ്വന്തം കുഞ്ഞിനെ കാമുകന് വേണ്ടി കൊന്നുകളഞ്ഞ ഒരു തലമുറയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് അരുളി ചെയ്ത സ്നേഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന ദൈവം ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഉള്ളിലേക്ക് ആ സ്നേഹം വന്നിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങി. ആ പാപങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ ഞാനൊരു സന്ദേശം കേട്ടു. എൻ്റെ പാപത്തിന് പരിഹാരമായി ദൈവം തന്നെ ഒരുക്കിയതായ വഴി. അതാണ് ലോകത്തിൽ ദൂതന്മാർ ഇറങ്ങി ഒരിക്കൽ പറഞ്ഞൊരു വാർത്ത. സകല മനുഷ്യർക്കുമുള്ള മഹാസന്തോഷത്തിന്റെ ഒരു സദ്വർത്തമാനം ഞാൻ നിങ്ങളോട് ഘോഷിക്കുന്നു. ലോകത്തിന്റെ രക്ഷിതാവ് ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഒരു രക്ഷകൻ എന്തുകൊണ്ടാണ് ആവശ്യം? നമുക്ക് രക്ഷ വേണമെന്നുള്ളത് കൊണ്ടാണ്. ഒരു ഡോക്ടർ എന്തുകൊണ്ടാണ് ആവശ്യം? നമുക്ക് രോഗമുള്ളതുപോലെ ഈ ലോകത്തിലെ സകല മനുഷ്യരെയും ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് പാപമെന്ന രോഗമാണ്. പലരും പറയും ക്യാൻസർ ആണ്, എയ്ഡ്സ് ആണ്, മാനസിക രോഗമാണ് എന്നൊക്കെ. പക്ഷേ ഈ രോഗങ്ങളെല്ലാം മരണത്തോടുകൂടെ അവസാനിക്കും. എന്നാൽ പാപമെന്ന രോഗം അവന്റെ ആത്മാവിലായതുകൊണ്ട് അവൻ മരിച്ചു കഴിഞ്ഞാലും ആ പാപമുണ്ട്. അതുകൊണ്ട് ദൈവം വിചാരിച്ചാൽ പോലും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം പാപം ഒരിക്കലും സ്വർഗത്തിൽ ഒരു മനുഷ്യനെ നിലനിർത്തുകയില്ല. അവന്റെ പാപക്കറകൾ തന്നെ അവനെ കുറ്റബോധപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. എന്നാൽ മനുഷ്യൻ അതിനുവേണ്ടി പല പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി. നേർച്ച കാഴ്ചകൾ കൊടുക്കുക, മറ്റു കർമാചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുക. ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചെയ്തതാണ്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് പാപമോചനം കിട്ടിയെന്ന് ഒരിക്കലും ബോധ്യമുണ്ടായിരുന്നില്ല. എന്നാൽ
ഞാൻ കേട്ടു, എനിക്ക് വേണ്ടി ജീവനെ തന്ന ഒരു രക്ഷിതാവ് എനിക്കായി ജീവിക്കുന്നു എന്നുള്ള വാർത്ത. ഞാൻ നിത്യനരകത്തിൽ പോകാതിരിക്കേണ്ടതിന് എനിക്ക് പകരമായി മരിച്ച ആ ദിവ്യ സ്നേഹത്തിന്റെ ആ ചരിത്രം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ, അതെനിക്കറിയാമായിരുന്നെങ്കിലും എന്റെ ഹൃദയത്തിലേക്ക് അത് ജീവനായി കടന്നു വന്നപ്പോൾ, മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റ് ലൗകിക മോഹങ്ങൾക്കോ ഒന്നും തരാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ആമേൻ. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് മദ്യം സന്തോഷം തരുമെന്ന്? പ്രിയമുള്ളവരെ, അല്പസമയത്തേക്ക് തന്നേക്കാം, പക്ഷെ നിന്റെ ജീവിതത്തെ നശിപ്പിക്കുകയും നിന്നെ നിത്യ നരകത്തിലേക്ക് വിടുകയും ചെയ്യുന്നതാണ്. എന്നാൽ നിങ്ങൾ ദാഹിക്കുന്ന, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ദാഹിക്കുന്നത് ഈ ദൈവത്തിന് വേണ്ടിയാണ്. ഈ ദൈവമായിട്ട് യഥാസ്ഥാനപ്പെടാൻ എപ്പോൾ നിങ്ങൾക്ക് കഴിയുമോ അന്നാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെയും കടന്നു എന്ന് ഈ സന്ദേശം പറയുന്നത്. ഇത് ഞങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പ്രസംഗിക്കുന്നതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ തരാൻ കഴിയാത്ത വലിയ സന്തോഷവും ആനന്ദവും ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ ജീവിതാനുഭവമാണ്. ഇവിടെയുള്ള ഓരോരുത്തരെയും വിളിച്ചു പറഞ്ഞാൽ അവരുടെ പഴയ ജീവിതത്തെക്കുറിച്ച് അവർക്ക് പറയാനായിട്ടുണ്ട്. അന്നൊന്നും അവർക്ക് ഈ സന്തോഷം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ ലോകത്തിന് തരാൻ കഴിയാത്ത വലിയ സന്തോഷം, വലിയ സമാധാനമാണ് ഞങ്ങൾക്ക് നൽകിയത്. അതിന് കാരണമായി തീർന്നത് യേശു ക്രിസ്തുവിന്റെ ആ കാൽവരി ക്രൂശിലെ മരണമാണ്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയും ഏറ്റവും ഭീകരവും ഭയാനകവുമായിരിക്കുന്ന അന്നത്തെ റോമൻ ഗവൺമെന്റിന്റെ കിരാതമായിരിക്കുന്ന ശിക്ഷാവിധിയായിരുന്നു ക്രൂശീകരണം. 3 കോടതികളായി 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും നിരപരാധി എന്ന് തെളിയിക്കപ്പെട്ടിട്ടും പീലാത്തോസ് അവസാനം പറഞ്ഞു, ജനത്തിന്റെ ആവശ്യപ്രകാരം ഇവനെ ക്രൂശിക്കുക. യേശുക്രിസ്തുവിന്റെ മരണം ഒരു രക്തസാക്ഷി മരണമല്ല, ഒരു ആത്മഹത്യയായിരുന്നില്ല. അത് നിനക്ക് പകരമായി നീ നിത്യനരകത്തിൽ അനുഭവിക്കേണ്ടതിന് നിന്നെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മരണമായിരുന്നു അത്. ക്രൂശിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖം കണ്ടുകൊണ്ടാണ് നിങ്ങൾ നിത്യനരകത്തിൽ പോകരുതെന്നുള്ള വലിയ സ്നേഹത്തിന്റെ ആഴമേറിയതിൽ നിന്നുള്ള വലിയ പ്രകടനമാണത്. അതേ, പാപത്തിന് ശിക്ഷ കൊടുത്തേ മതിയാകൂ. എന്നാൽ മനുഷ്യവർഗം അതനുഭവിച്ച് പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പകരക്കാരനായി യേശു ക്രിസ്തു മരിച്ചു. യേശു നിങ്ങളെ ജീവൻ കൊടുത്ത് സ്നേഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ തള്ളിക്കളയരുത്. ജീവിതത്തിൽ ഇത് ലഭിക്കണമെങ്കിൽ 2 കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ദേശക്കാർ വളരെ നല്ല ഭക്തന്മാരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ 2 കാര്യമില്ലെങ്കിൽ നിങ്ങൾ എത്ര ഭക്തിയുടെ പ്രകടനങ്ങൾ നടത്തിയാലും നിങ്ങൾ നിത്യനരകത്തിലേക്ക് പോകൂ. അതിന് നിങ്ങൾ പണം മുടക്കേണ്ട, അനേക സൽപ്രവർത്തികളൊന്നും ചെയ്യേണ്ട. 2 കാര്യം. 1, മാനസാന്തരപ്പെടണം. 2, വിശ്വസിക്കണം. മാനസാന്തരം എന്ന് പറയുന്നത് കള്ളുവടി ഉപേക്ഷിക്കുന്നതോ പുകവലി നിർത്തുന്നതോ അല്ല. എന്റെ ഇപ്പോഴുള്ള ജീവിതം ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതാണെന്ന് മനസ്സിലാക്കി ഇനിയുള്ള ജീവിതം എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് എപ്പോൾ നിന്റെ മനസ്സിന് മാറ്റമുണ്ടാകുന്നു, അതാണ് മാനസാന്തരം. ആ മാറ്റമില്ലെങ്കിൽ നീ നിത്യനരകത്തിൽ പോകുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണെന്ന് ദൈവത്തിന്റെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പാപിയായ നിൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിത്യനരകത്തിൽ പോകും. എന്നാൽ നിങ്ങൾ അങ്ങനെ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സൗജന്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത്. അതാണ് 2ാമത്തെ കാര്യം, വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? നീ നിത്യനരകത്തിൽ പോകാതിരിപ്പാൻ നിന്നെ സ്നേഹിച്ച് നിനക്ക് പകരമായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചതെന്ന് വിശ്വസിക്കണം. നിങ്ങളുടെ പാപങ്ങളാ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഇനി ആ പാപ വഴികളെ ഉപേക്ഷിച്ച് യേശുവേ നീ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം നയിക്കാൻ എൻ്റെ ഹൃദയത്തിൽ എന്നെ നിയന്ത്രിക്കുന്ന കർത്താവായി വരണമേ എന്ന് നിങ്ങൾ നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ നിമിഷം പാപി എന്ന പേര് മാറി ദൈവത്തിന്റെ മകനായി നീ മാറുന്ന നിമിഷമാണ്. ആ സമയത്താണ് മദ്യത്തിനോ മയക്കുമരുന്നിനോ
നൽകി തരാൻ കഴിയാത്ത രക്ഷയുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത്. അത് ഞങ്ങൾ അനുഭവിച്ചവരാണ്. ഞങ്ങൾക്ക് ഇന്ന് പണമില്ലെങ്കിലും, ഞങ്ങൾ എന്തെല്ലാം കഷ്ടപ്പാടുകൾ പ്രയാസമുണ്ടെങ്കിലും ഈ ദൈവിക സന്തോഷവും സമാധാനവും ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ ഏത് സാഹചര്യത്തിലും ജീവിക്കുന്നവരാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ദേശവാസികളോട് പറയാനിട്ടുള്ളത്, നിങ്ങൾ എത്ര തന്നെ ദൈവത്തോട് ഭക്തി കാണിക്കുന്ന അനേക കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. മാനസാന്തരപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വചനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ജീവിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിരിക്കും. ഞങ്ങളുടെ ഈ സന്ദേശം ചിലപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും, എന്നാൽ അത് ശാപമായി മാറരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിൽ മദ്യപാനവും ലഹരിയും എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ പ്രസംഗം കേട്ട് അനേകർ സാറന്മാരെ, ഞങ്ങൾക്ക് ഈ മദ്യപാനം നിർത്താൻ ആഗ്രഹമുണ്ട്, ഞങ്ങളൊന്ന് സഹായിക്കാമേ എന്ന് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ ഡി അഡിഷൻ കേന്ദ്രത്തിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന കാര്യങ്ങളും പറഞ്ഞ് അനേകരെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ആ കുടുംബങ്ങൾ സമൂഹത്തിൽ ഒരു കാലത്ത് വലിയ ശാപമായിരുന്നവർ പിന്നീട് വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദേശത്തിലുള്ളവർക്കും അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ സന്ദേശം പങ്കിടുന്നത്. ഇത് നിസ്സാരമായ ഒരു കാര്യമായിട്ട് കരുതരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി തീരും. നിങ്ങൾ എടുത്ത 2-3 ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഇലക്ഷൻ വന്നപ്പോൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചു. അത് 5 വർഷം കഴിയുമ്പോഴൊക്കെ മാറും. നിങ്ങൾ വേറൊരു തീരുമാനമെടുത്തു, നിങ്ങളുടെ ജീവിത പങ്കാളി ആരായിരിക്കണമെന്നുള്ളത്. അത് മരണത്തോടുകൂടെ മാറും. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ എന്നെ ആര് ഭരിക്കണം, എൻ്റെ ജീവിതം ആര് നിയന്ത്രിക്കണം, അത് എന്നെ സൃഷ്ടിച്ച ദൈവമോ അതോ ഈ ലോകത്തിൽ നിങ്ങളെ നിത്യനരകത്തിലേക്ക് തള്ളുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്, പിശാച്. അവനാണ് നിങ്ങളെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്. ആ ശക്തിയെ സേവിക്കണമോ? തീരുമാനം നിങ്ങളുടേതാണ്. സ്നേഹിക്കുന്ന ദൈവം ആ കാൽവരി ക്രൂശിൽ വെച്ച് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ സ്നേഹത്തിലേക്ക് നിങ്ങൾ വരിക. ആ സ്നേഹത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ആത്മാവ് ദാഹിക്കുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മദ്യമോ മയക്കുമരുന്നോ ആവശ്യമില്ല. ഈ യഥാർത്ഥ സ്നേഹം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, ഞാൻ ഇതാണ് അന്വേഷിച്ചത്. ഒരിക്കൽ യേശു ഒരു സ്ത്രീയോട് ഇങ്ങനെ പറഞ്ഞു, നീ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ പിന്നെ ദാഹിക്കയില്ല. അതേ പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള മറ്റു പലതിനു വേണ്ടി ദാഹിച്ചവരാണ് ഞങ്ങൾ. അതൊന്നും ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദാഹം തീർത്തില്ല. എന്നാൽ യേശുവിന്റെ ആ സ്നേഹം ഞങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ദാഹം നിന്നു. ഞങ്ങൾക്കിനി മദ്യം വേണ്ട. ഞങ്ങൾ നിങ്ങളെ കുറ്റം പറയുന്നില്ല മദ്യപിക്കുന്നത് കൊണ്ട്, കാരണം നിങ്ങൾക്ക് യഥാർത്ഥ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് ഒരു കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഈ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ, ഈ ദൈവസ്നേഹം, ഈ കാൽവരി ക്രൂശിലെ സ്നേഹം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ, ആ രക്ഷയുടെ സന്തോഷം കിട്ടിയാൽ, പിന്നെ നിങ്ങൾക്ക് മദ്യം വേണ്ടെന്ന് നിങ്ങൾ തന്നെ പറയും. കാരണം നിങ്ങൾ പറയും, ഇതിനേക്കാളും വലിയൊരു ലഹരി വേറെ ഏതാണ്? ഈ ദൈവസ്നേഹത്തെക്കാൾ വലിയ ലഹരി ഏതാണ്? ഞങ്ങളെ പലരും തല്ലാറുണ്ട്, തെറി പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഈ യേശുവിനെ ഉയർത്തുന്ന ഒരു ലഹരിയാ. കാരണം ഇതുപോലെ സ്നേഹിക്കുന്ന വേറൊരു ദൈവമില്ല, വേറൊരു രക്ഷകനില്ല. ആകയാൽ മദ്യത്തിനോ മറ്റെന്തെങ്കിലും പ്രശ്നത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ യേശുവിൻ്റെ അടുത്തേക്ക് വരിക. നിങ്ങൾ പറയുമായിരിക്കും, നിങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അന്ന് ക്രിസ്തുവിനെ അറിയുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. യേശുവിനെ യഥാർത്ഥത്തിൽ ആ അറിവല്ല, അനുഭവിച്ചറിയുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ കഴിയണം. അപ്പോൾ മാത്രമാണ് ജീവിതം ധന്യമാകുന്നത്. ആകയാൽ ഈ സന്ദേശം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരട്ടെ എന്നും ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സംസാരിപ്പാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിപ്പാൻ ഞങ്ങൾക്ക് പ്രേരണ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളുടെ സന്ദേശം വളരെ ശാന്തമായി ശ്രവിച്ച പ്രബുദ്ധതയുള്ള ദേശനിവാസികളോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഞാൻ ജീവിക്കുന്നില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേരത്ര യേശു.
അതുകൊണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തൻ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ഏക മാർഗം, ഏക വഴി യേശു മാത്രമാണ്. അതുകൊണ്ട് ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഒരുപക്ഷെ സാമ്പത്തികമായി തകർച്ചയിലൂടെ പോകുന്ന കുടുംബമായിരിക്കാം താങ്കളുടെ. മക്കളുടെ വഴിവിട്ട ജീവിതം, കുടുംബത്തകർച്ച, മദ്യപാനം, അതിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിന് കഴിയും. ഞങ്ങളുടെ പൊള്ള അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ ജോണി മുമ്പോട്ട് കടന്നു വന്ന് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദേശത്ത് കടന്നു വരുവാനും മാറ്റമില്ലാത്ത അങ്ങയുടെ വചനം അങ്ങയുടെ ദാസനിൽ കൂടെ ഈ ദേശത്തിന് ആവശ്യമായ ദൈവശബ്ദം നിന്റെ ദാസനിൽ കൂടെ ദൈവം നൽകുവാനിടയായി തീർന്നല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഈ ദേശത്തെ ദൈവജനം കേട്ട, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേട്ട എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. വരുന്ന ആളുകളിൽ അവർക്കത് സമാധാനത്തിനും രക്ഷയ്ക്കും നിത്യജീവനും കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.